കാണുമെന്ന്. അവരൊരു തീരുമാനത്തിലെത്തിയിട്ടാ വരുന്നത്. അതോടെ തന്നെ നിന്റെ കാര്യത്തിലൊരു തീരുമാനം. ആശാനെ അവര് വലിയ ടീമാണ് ആശാനെ. അവരെന്നെ ഉറക്കും ആശാനെ, ഉറക്കും. എന്നാലും ഞാൻ ആശാന്റെ അടുത്ത് എത്തിയില്ലേ. ആശാനുള്ളത് കൊണ്ടൊരു ധൈര്യമുണ്ട്. നീ എന്നതാ കമ്മട്ടിപ്പാടത്തിന് വിനായകൻ കളിക്കാണ്? അല്ല, ആശാനുള്ളത് കൊണ്ടൊരു ധൈര്യം ഉണ്ടെന്നു. എടാ സുനിച്ച, വലിയൊരു ബാധ്യത നീ എനിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അത് അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്നതല്ല. ആശാന്റെ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആശാൻ കേൾക്കുന്നില്ലേ? നീ ഒന്ന് അണങ്ങട സുനിച്ച. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോ വിളിക്കും. വിളിച്ചാൽ നീ സേഫ്. ഓ സേഫോ? എന്താ ആശാൻ പറയുന്നത്? എടാ, നിന്നെ ഇടികൊള്ളിക്കാതിരിക്കാൻ വലിയൊരു സേഫിലിട്ട് പൂട്ടുന്ന കാര്യം ആശാൻ പറയുന്നത്. അപ്പൊ കാശ് കൊടുക്കണ്ടേ? എടാ മിണ്ടല്ലേ, കാശിന്റെ ആൾക്കാരെ വിളിക്കുന്നത്. ഹലോ, അതുപോലെ അത്ര ഉള്ളതേ. അതൊക്കെ ഞാൻ ഏറ്റു. അവറാച്ചൻ ചേട്ടൻ എന്നെ വിശ്വസിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ. ആരാശാനെ? അറക്കവാൾ അവറാച്ചൻ, വലിയ ബ്ലേഡ് വലിച്ചക്കാരനാ. പക്ഷെ ചോദിച്ചാ പണം അപ്പ തരും. കൊടുത്തില്ലെങ്കിൽ അപ്പൊ തന്നെ തിരിച്ചെടുക്കും. കാശാണോ? അല്ല, തല. എടാ സുനിച്ച, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചു. നിന്റെ ബാധ്യത അവറാച്ചൻ തരും. സന്തോഷം. ഈ അവറാച്ചന്റെ കടം ഞാൻ ഗഡുക്കളായിട്ട് തരും. അതിലും വലിയ സന്തോഷം. പക്ഷേ എനിക്കൊരു കാര്യം. എന്താ ആശാനെ? അടുത്ത 15 വർഷത്തേക്ക് നാടകം നീ എനിക്ക് ഫ്രീ ആയിട്ട് കളിച്ചു തരും. അതുവരെ അവൻ ജീവിച്ചിരിക്കും ആശാനെ. കൊടാങ്ക ഡെയിലി അടിച്ചു കയറ്റുന്നത്. അത് നീ തീർത്ത് ഒഴിവാക്കും. ഏത് കൊടാങ്കി? മദ്യം. എന്നാലേ നീ നന്നാവും കേട്ടാ. മദ്യം പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കണമെന്ന്. അതിലിപ്പോ എന്നെ അങ്ങ് ഒഴിവാക്കുന്നതല്ലേ ആശാനെ നല്ലത്? എടാ സുനി, സുനിച്ചൻ വാരനാടെന്ന നിന്റെ പേര് ഞാനൊന്ന് മാറ്റിപ്പിടിക്കാം. എങ്ങനെ? അലാവുദ്ദീനും അത്ഭുത വിളിക്കലെ അടിമഭൂതത്തിനെ അങ്ങനെയല്ലേ വിളിക്കുന്നത്? ഞങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഭൂതം, അടിമ. കേട്ടല്ലോ? ഒന്ന് കുനിഞ്ഞു. അതിനെന്താ? അയ്യോ, നീ എന്തിനാ കുടിച്ചേർത്ത് കൂപ്പിനടിച്ചത്? നീ അവിടെ അടിമല്ലേ? അതിന് ഇതതിന്റെ ഭാഗാ. ഞങ്ങൾ എന്ത് ചെയ്താലും നീ അത് അനുഭവിച്ചേ പറ്റൂ. ജീം ബൂംബാ. എങ്ങനായാലും അടി ഉറപ്പായി. എന്റെ ഗതി എന്താവോ എന്തോ. എടി, നീ ഇങ്ങനെ നിലാവത്തഴിച്ചുവിട്ട കോഴിയെ പോലെ തെക്കും വടക്കും നടക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. പ്രശ്നം ഭീകരവാ കാളി. പരിഹരിക്കണമെങ്കിൽ അമ്മ തന്നെ വിചാരിക്കാൻ വേണം. അമ്മ വിചാരിക്കില്ലേ? അമ്മ വിചാരിച്ചാ മാത്രം പോരാ. ഒരുപാട് പാടുപെടേണ്ടിയും വരും. നീ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറ. എനിക്കെന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ നോക്കാലോ. ഒന്നും നടക്കില്ലടാ. ഇതിന് അമ്മ തന്നെ വിചാരിക്കണം. ഇപ്പൊ എനിക്ക് കാര്യം പിടികിട്ടി. എന്ത്? അച്ഛനിട്ട് 2 കൊടുക്കുന്ന ആരുമല്ലേ, അത് അമ്മയെ കൊണ്ടേ പറ്റൂ. ഷോ അതല്ലടാ, കോളേജിലെ പാരന്റ്സ് ഡേ മീറ്റിംഗാ. മീറ്റിംഗ് മാത്രമല്ല, പാരന്റ്സിന്റെ കലാപരിപാടികളും ഫാഷൻ ഷോയും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനിപ്പോ എന്താ? എന്റെ എടാ, ഞാൻ നമ്മുടെ അമ്മയെ പറ്റി ഫ്രണ്ട്സിനോടൊക്കെ ഇല്ലാത്തതൊക്കെ അടിച്ചു കയറ്റി വെച്ചിരിക്കുവാ. പെറ്റ അമ്മയെ കുറിച്ച് ഇത്രയും വൃത്തിയായിട്ട രീതിയിൽ ഫ്രണ്ട്സോട് സംസാരിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? എന്റെ കാളി, അതല്ല. അമ്മ ഒരു വലിയ സംഭവമാക്കിയാ ഞാൻ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചേക്കുന്നേ. എങ്ങനെ? അമ്മ വീട്ടിൽ ഇംഗ്ലീഷേ സംസാരിക്കൂ, കിടക്കപ്പായി പോലും ലിപ്സ്റ്റിക് നിർബന്ധമാ, അടുക്കളയിൽ പോലും ഫാഷനബിൾ ഡ്രസ്സേ ഇടൂ, കാർ ഓടിച്ചേ മീൻ വാങ്ങാൻ മാർക്കറ്റിൽ പോകൂ, ബാത്റൂമിൽ പോലും ഹൈ ഹീൽഡ് ചെരുപ്പില്ലാതെ നടക്കില്ല എന്നൊക്കെയാ ഞാൻ പറഞ്ഞു വെച്ചേക്കുന്നേ. പാരന്റ്സ് ഡേ മീറ്റിംഗിന് അമ്മ കോളേജിൽ വരുമ്പോ അമ്മ ഈ ഗെറ്റപ്പിൽ വേണം വരാൻ. അപ്പൊ ഒരു കാര്യം ഉറപ്പായി. എന്ത് കാര്യം? ഇതൊന്നും നടക്കില്ലാന്ന്. ദേ കാളി, കോളേജിൽ അമ്മ വന്ന് പെർഫോം ചെയ്തില്ലെങ്കിലേ പിന്നെ ഞാൻ കോളേജിൽ പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അതിപ്പോ ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ. എന്ത്? എടി, 4 അക്ഷരം പഠിക്കാതെ നീ ഒന്നും അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ദേ കാളി, സീരിയസ് ആയി ഒരു കാര്യം പറയുമ്പോ വളിച്ച തമാശ പറയല്ലേ. ഡാ, അമ്മയെ കൊണ്ട് എങ്ങനെ ചെയ്യിക്കൂന്ന് ചിന്തിക്കടാ. എടി പൊട്ടി, ഓട്ടോറിക്ഷയുടെ ടയർ എടുത്ത് പാണ്ടിലോറിക്കിട്ടാന്ന് വിചാരിച്ചാൽ അത് നടക്കൂ? എനിക്കൊരുറപ്പുമില്ല ഇത് നടക്കും. അയ്യോ എന്റെ എടാ, ഒന്ന് പോസിറ്റീവായി ചിന്തിക്കടാ. ഈ പാവം തല ഉയർത്തി ഒന്ന് കോളേജിൽ നടന്നോട്ടെ. അപ്പൊ അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അല്ലേ? അതെ, നീ പറയുന്നത് പോലെ അമ്മ കേൾക്കണം. അതെ. അപ്പൊ പിന്നെ ഒരൊറ്റ വഴിയുള്ളൂ.
എന്താടാ ആ വഴി? മലർപ്പൊടിക്കാരന്റെ സ്വപ്നം കാണലെ നിർത്തി കഥാനായികയോട് കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയാം. എന്നുവെച്ചാ എടി, അമ്മയോട് കാര്യങ്ങൾ നേരിട്ട് അവതരിപ്പിക്കാൻ. അതല്ലാതെ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല. ഞാൻ കാർ ഓടിക്കാനോ? മര്യാദക്കൊരു സൈക്കിള് പോലും ഉരുട്ടി മാറ്റാൻ അറിയാത്ത ഞാൻ എങ്ങനെയാണ് ഒരു കാർ ഓടിക്കുന്നേ? നീ ഓടിക്കേ. അയ്യോ അമ്മേ, ഞാനല്ല ഓടിക്കേണ്ടത്, അമ്മയാ. അതല്ല, നീ ഇവിടെ നിന്ന് ഓടിക്കേന്നാ ഞാൻ പറഞ്ഞത്. അടുക്കളയിൽ എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. കാർ ഓടിക്കാനേ വേറെ ഒന്നും കണ്ടില്ല. എന്റെ അമ്മേ, അമ്മ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നേ? അമ്മയുടെ ലൈഫ് ഈ അടുക്കളയില് എരിഞ്ഞും പുകഞ്ഞും തീരത്തേ ഓ, ഉള്ളൂ. അത് ഞാനങ്ങ് സഹിച്ചു. എന്റെ അമ്മേ, തെങ്ങ് കയറ്റം മുതൽ റോക്കറ്റ് കയറി ചൊവ്വേ പോകാൻ വരെ അരയും തലയും മുറുക്കി പെണ്ണുങ്ങളെ ചാടി ഇറങ്ങുന്ന ഈ കാലത്ത് ഈ പഴഞ്ചൻ ചിന്താഗതിയായിട്ട് നടക്കുന്നത് ഞങ്ങള് മക്കൾക്ക് നാണക്കേടാ. അല്ല, നീ എന്തായാലും റോക്കറ്റ് കയറ്റി ചൊവ്വയിലേക്ക് അയക്കാൻ പോവാണോ? ഉവേ, അയക്കാൻ പറ്റിയൊരു മുതല്. ചൊവ്വേ കയറ്റി വിട്ടാലും എന്റെ അമ്മ ചൊവ്വാവാനൊന്നും പോകുന്നില്ല. എടീ, അങ്ങനെ അങ്ങ് കളിയാക്കല്ലേ. വാശി കേറ്റിയ ഈ സുഹാസിനെ ഒരു കൈ നോക്കും കേട്ടോ. ഒരു കൈയല്ലമ്മേ, 2 കൈയും കാലും നോക്കണം. അമ്മ പെർഫോം ചെയ്യുന്നത് കണ്ട് കൈയടിക്കാൻ എന്റെ കൈ ധരിക്കുന്നു. എന്നാലും കാർ ഓടിക്കണോന്നൊക്കെ പറയുമ്പോ എന്റെ അമ്മേ, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. അമ്മയൊന്ന് മനസ്സ് വെച്ചാ ഇതൊക്കെ പഠിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല. എന്റെ ഒപ്പം ഒന്ന് നിന്ന് തന്നാ മതി. ഡാ, ഇങ്ങനെ നിന്നാ മതിയോ? ഇങ്ങനെ നിന്നാ പോരാ, ഈ പഴഞ്ചൻ വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല സ്കിൻ ഫിറ്റ് ജീൻസും ടോപ്പൊക്കെ ഇട്ട് നിക്കണം. ജീൻസും ടോപ്പും ആ, നല്ല രസമായിരിക്കും അപ്പൊ എന്നെ കാണാൻ. പിന്നല്ലാതെ. അത് മാത്രമല്ല, ഹൈ ഹീൽഡ് ചെരുപ്പും കൂടെ വേണം. അപ്പൊ ജോറായി. എന്നെ വേഷം കെട്ടിച്ച നീ അടങ്ങൂ അല്ലേടി? എന്റെ പുന്നാരമ്മയല്ലേ, ഒന്ന് സമ്മതിക്കമ്മേ. മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതാണല്ലോ അമ്മമാരുടെ സന്തോഷം. കിട്ടേങ്ങോട്ട്. നീ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ സന്തോഷമല്ല എനിക്ക് തോന്നുന്നത്, ഒരു യുദ്ധത്തിന് പോകുന്ന അവസ്ഥയാ. യുദ്ധം എങ്കിൽ യുദ്ധം, നമുക്ക് പയച്ചു നോക്കാമേ. അങ്ങനെയെങ്കിലും അമ്മയൊന്ന് മോഡേൺ ആക്കി മാറ്റാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാന്നേ. ആ ശരി, നാടകത്തിൽ ഒരുപാട് വേഷം കെട്ടിയതാണല്ലോ ഞാൻ. ഇനി നിനക്ക് വേണ്ടി ഈ വേഷം കൂടി കെട്ടാം. എന്റെ അമ്മേ, അമ്മയുടെ രൂപം തന്നെ ഞാൻ മാറ്റിമറിക്കും, നോക്കിക്കും. കലാതിലകമോ? ഞാനോ? ഒരു ഗ്രൂപ്പ് ഡാൻസിൽ പോലും ഞാൻ ഇതുവരെ അബദ്ധത്തിന് ചെന്ന് കേറിയിട്ടില്ല. എന്റെ അമ്മേ, മമ്മി അൻവി എന്ന ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ അമ്മയും മകളും ഒത്തുചേർന്ന് പങ്കെടുക്കേണ്ടത്. അതായത് ഞാനും അമ്മയും. രണ്ടുപേരുടെയും പെർഫോമൻസ് ഒന്നിനൊന്നും മെച്ചമായിരിക്കണം. ഓ എന്റെ മാളു, നീ വെറുതെ എന്നെ ഏടാകുടത്തിലൊന്നും കൊണ്ട് ചാടിക്കല്ലേ. ഞാൻ ഈ ഡാൻസിനും കൂത്തിനും ഒന്നുമില്ല. അയ്യോ, ഇനി അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും പറ്റത്തില്ല അമ്മേ. സെലക്ഷൻ കിട്ടിയതാ, ഇനി പെർഫോം ചെയ്താലേ ഒക്കൂ. എന്നൊരു കാര്യം ചെയ്യാം, നിനക്ക് പാട്ടല്ലേ കൂടുതൽ ഇഷ്ടം? പഞ്ചവരാളി രാഗത്തിൽ 5 കട്ടയ്ക്ക് കേറ്റ് പിടിച്ച് മോളൊരു കച്ചേരി അങ്ങ് കാച്ച്. അമ്മ സഹായിക്കാം. സപ്പോർട്ടിങ് സപ്പോർട്ടിങ്. ദാ ഇങ്ങനെ. അയ്യോ, ഒന്ന് നിർത്തമ്മേ. ഇങ്ങനെ സപ്പോർട്ടിംഗ് പരിപാടിയായിട്ട് മാത്രം അമ്മ നിന്നെങ്ങനെ സുഖിക്കണ്ട. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒറ്റയ്ക്ക് ഒപ്പനയായാലോ? ഒപ്പന ഒറ്റയ്ക്കോ? അല്ല, കുറച്ച് അറിയാവുന്ന ആൾക്കാരും കൂടെ കൂട്ടാം. അതാവുമ്പോ അവര് ചുറ്റും നിന്നങ്ങ് കളിച്ചോളുമല്ലോ. ഞാൻ അവരുടെ നടുക്ക് മണവാട്ടിയായിട്ട് അങ്ങ് ഇരുന്നാ പോരെ? മണവാട്ടിയിട്ട് അങ്ങോട്ട് ചെല്ല്. ഈ മണവാട്ടിയെ കണ്ടാലേ മണവാളൻ കണ്ടം വഴി അങ്ങ് ഓടും. എന്നാ പിന്നെ മാർഗം കളിയായാലോ? എന്റെ അമ്മേ, ഒരു മാർഗമില്ലാത്ത കളി കളിച്ചിട്ട് ഒരു കാര്യമില്ല. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന്. അങ്ങനെ പറഞ്ഞാ മാളു, പണ്ട് 4ാം ക്ലാസ്സിൽ വെച്ച് ഞാനൊരു നാടോടി നൃത്തം കളിച്ചിട്ടുണ്ട്. മതി, നാടോടി നൃത്തം മതി. നാടൻ പാട്ട്, നാടനൂണ്, നാടൻ പട്ടി. ആ, നാടൻ ഇപ്പൊ നല്ല ഡിമാൻഡാ. അതുപോലെ നാടോടി നൃത്തവും. അപ്പൊ നാടോടി നൃത്തം മതിയോ? ആ മതി, അമ്മ പൊളിക്കും. ദേ, എടുത്തപ്പൊങ്ങത്തെ കാര്യമൊക്കെ ഞാൻ ഈ തലയിലെടുത്ത് വെക്കുന്നേ. നീ പറഞ്ഞ പോലെ സംഗതി കിട്ടുമല്ലോ അല്ലേ? കിട്ടും അമ്മേ. ഫസ്റ്റ് കിട്ടിയ 1.5 കോടിയുടെ ഫ്ലാറ്റാ. 1.5 കോടിയുടെ ഫ്ലാറ്റ് ഉറപ്പാണോടി? അമ്മ ഒന്ന് എന്റെ കൂടെ നിന്ന് തന്നാ മാത്രം മതി. അമ്മയ്ക്ക് ഫ്ലാറ്റ് വാങ്ങി തരുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിൽ പിന്നെ നിന്റെ താളത്തിനൊത്ത് തുള്ളുന്ന കാര്യം ഞാനും ഏറ്റു. ആശാനെ, 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 വീട്ടിലില്ല തോന്നുന്നല്ലോ.
ക്യാമ്പ് കാണുമായിരിക്കും. ആശാനാ ആശാനേ ആശാനാ എന്തോന്നാണ് ആശാനെ രാവിലെ ആശാന ഓട്ടം തുള്ളില്ല അറിയോ ആശാനെ? നീയൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പുറകെ തോന്നുന്നത്, എന്നെ 2 കെട്ടിയോളമാരുടെ താളത്തിലെടുത്ത് തുള്ളുന്നത്, പിന്നെ എന്താണ് അതല്ലേ ശരിക്കും ഓട്ടം തുള്ളൽ? അല്ല നീ എന്താ ഈ നാടകം വിട്ട് ഓട്ടം തുള്ളിന് പുറകെ? അതല്ല ആശാനെ, സ്കൂൾ കലോത്സവം നടക്കുന്നു. ഓട്ടം തുള്ളിന് ജഡ്ജ് ആവാൻ ആളെ കിട്ടുന്നില്ല. 3 പേരെ വേണം. 2 ആളെ ഞാൻ ഒപ്പിച്ചു. ഇനി ഒരാളും കൂടി വേണം. ആശാണ്ട് വന്നേ. ഇടാ എനിക്കതിനെ കുറിച്ചൊരു ചുക്കും അറിയില്ല. അതൊരു പ്രശ്നമേ ഇല്ല ആശാനെ. പുഴക്കരയിൽ ചൂണ്ടയിട്ടുണ്ടിരുന്ന പ്രഹ്ലാദൻ, ടൈല് പണിക്ക് പോണ തോമസ്, ഇവരാണ് മറ്റു 2 ജഡ്ജിമാര്. ഇനി ആശാനും കൂടി ആയ കോറം തികഞ്ഞ്. കോറം തേക്കാൻ തറത് ചീട്ടുകളിയോ? അവിടെ നടക്കണതൊക്കെ തട്ടിച്ചു നോക്കിയ ചീട്ടുകളിയൊക്കെ എത്രയോ ഭേദം ആശാനെ. ഞാനപ്പോ വരണോന്നാണ് നീ പറയുന്നേ? വെറുതെ വരണ്ട ആശാനെ. വൈകുന്നേരം ആകുമ്പോ 5000 രൂപ അങ്ങ് തരും. തന്നെ? ആ പിന്നെ മത്സരിക്കുന്ന പിള്ളേരുടെ അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്നും വല്ലതും വശത്താക്കുന്ന അത് ആശാന്റെ എടുക്ക്. എടാ നീ എന്നെ കൊലക്ക് കൊടുക്കാൻ പോവാണോ? ആശാനെ ഒരു ആശ്വാസദാനം എന്ന നിലയ്ക്ക് പറയാ. വേണ്ടെങ്കിൽ വിട്ടേക്ക്. ഇനി ഒന്നും ആലോചിക്കല്ലേ ആശാനെ. രൂപ 5000 കിട്ടുന്ന കാര്യല്ലേ? എടാ ഞാൻ ആ ബാങ്ക് ജപ്തിയുടെ കാര്യം വിളിച്ച് തല പോച്ചോണ്ടിരിക്കുക. അപ്പോഴാ അവന്റെ ഒരു ഓട്ടം തുള്ളൽ. ആ അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. ഞാനിപ്പോ വരുന്ന വഴിക്ക് ആ ബാങ്ക് മാനേജറെ കണ്ടു. ചെണ്ട കൊട്ടാൻ ആളെ കിട്ടാത്തത് കൊണ്ടാണ് ജപ്തിക്ക് അവർ വരാത്തെന്ന് പറയാൻ പറഞ്ഞു. ആശാനെ ഉടനെ അടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ പണി പാള്. അതൊക്കെ തന്നെയാ ബാങ്ക് മാനേജർ എന്നോടും പറഞ്ഞു. പക്ഷെ കാശടയ്ക്കാൻ ഒരു മാർഗവും ഇല്ലടാ. ശോ. ഡാ നിന്റെ മനസ്സിൽ വല്ല തോന്നലുണ്ടോടാ? ആശം വല്ലതും കഴിച്ചാ? ഇല്ല. ആ ചുമ്മാതല്ല ഐഡിയകളൊന്നും വരാത്തത്. എന്തായാലും കട്ടിയായിട്ടാണ് കഴിക്കുക. അപ്പൊ മാർഗം തെളിഞ്ഞു വരും. ഉറപ്പാണോ? പിന്നെ ഭക്ഷണം കഴിച്ചാലല്ലേ തലച്ചോറൊക്കെ ഉണരുള്ളൂ. എന്നാ വാ വാ. ഇനിയിപ്പൊ അതില്ലാത്തൊരു കുറവ് വേണ്ട. തലച്ചോറുള്ളവരെ കാര്യമായിട്ടാ ഞാൻ പറഞ്ഞത്. കഴിയടാ. ആ പിന്നെ ആക്രമണം അന്നം തന്നെ ഉന്നം. ആ വന്നു കണ്ടു, ഇനി കീഴടക്കും. ഇത് എടുത്തു വെച്ചിട്ട് എത്ര നേരായെന്നറിയോ? വിളിച്ചിട്ട് ആര് വരാൻ? എന്റെ സുഹോ, ഒരു 100 പ്രശ്നത്തിനിടയ്ക്ക് ഓടാല്ലേ ഞാൻ. ആ ബാങ്ക് മാനേജറുടെ കാര്യം നിനക്കറിയാലോ. വിളി തുടങ്ങിയ ചാർജ് തീർന്ന് ഫോൺ ഓഫ് ആകുന്നത് വരെ വിളിച്ചോണ്ടിരിക്കും. ആശാൻ കഴിക്കാശാൻ. ഇത് കഴിച്ചു കഴിയുമ്പോഴേക്കും ആശാന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള വഴി തുറക്കും. പ്രേമേട്ട, നമുക്കൊരു കാറ് വാങ്ങിയാലോ? അയ്യോ പ്രേമേട്ട, കുറച്ച് വെള്ളം കൊടുക്കേച്ചി. പ്രേമേട്ട കുടിക്ക്. എടാ നീ പറഞ്ഞത് നേരാ. ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ഓരോ വഴികൾ തെളിഞ്ഞു വരുമോ. പക്ഷെ വരുന്നതൊക്കെ കാറിലാണെന്ന് മാത്രം. എന്റെ സുഹോ, നീ ഇതെന്ത് വർത്താനോട് ഈ പറയുന്നത്? കാറ് വാങ്ങണോന്ന്. ഈ കാറ് വാങ്ങിച്ചിട്ട് നമ്മൾ എവിടെ കൊണ്ടിടുന്നത്? നമ്മുടെ മുറ്റത്തിടും. അതിന് മുറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. മുറ്റം ഉണ്ടാവില്ലേ? ഇവിടെ ഇവിടെ ജപ്തി ഒന്ന് വാതിൽ മുട്ടി നിക്ക. അപ്പോഴാണ് നമ്മളുടെ ഒരു കാറ്. ആശാനെ ഈ സമയത്ത് ഒരു കാറ് മേടിക്കുന്നത് എന്തായാലും നല്ലതാ കേട്ടോ. ആ അങ്ങനെ പറഞ്ഞു കൊടുക്കണ അങ്ങോട്ട്. ഒരു വീട്ടിൽ ഒരു കാർ എത്രത്തോളം അത്യാവശ്യമാണെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ആശാനെ ചേച്ചി പറഞ്ഞതിൽ കാര്യമുണ്ട്. കാർ ആവശ്യ, പക്ഷെ ഈ വീട്ടിൽ അതൊരു അത്യാവശ്യ. കാരണം വീട് ജപ്തിയായി പോകുമ്പോ ടാക്സി വിളിച്ച് പൈസ കളയണ്ടല്ലോ. മാത്രമല്ല ജപ്തി കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി അതിൽ താമസിക്കുകയും ചെയ്യാം. കനക, നീ ഒന്ന് സൂക്ഷിച്ചോ. നീ എന്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഓരോ ഡയലോഗ് അടിച്ചാലേ അവള് വല്ല വേഷവും കലക്കി തരും. പിന്നെന്താ ഞാൻ ദിവസം കഴിച്ചോണ്ടിരിക്കണത്? ഈ ഭക്ഷണം വെരി ബോറ്, വേസ്റ്റ്. 2 ദോശ എടുക്കട്ടെ ലാലേട്ടാ? നീ ഇന്ന് ദോശ ഉണ്ടാക്കിയത്? ദോശ ഞാനാച്ച ഉണ്ടാക്കിയത്. ആഹാ, എന്നാണോട്? മതി മതി. അവിടത്തെ പോലെ ഇവിടെയും ആവാം. ദോശ കഴിക്കണേ, നന്നായിട്ട് ചമ്മന്തി ഒഴിച്ച് കുഴച്ച് കഴിക്കണേ. ഒഴിച്ചു കൊടുക്കും മോളെ. ലാലേട്ടന് ഇഷ്ടം പോലെ ദേ നന്നായിട്ട് ഇഞ്ചിയൊക്കെ ഇട്ട് അരച്ച ചമ്മന്തിയാ. കഴിക്കും.
ഇതാണ് രണ്ടു കുട്ടികളുടെ ഗുണം. ഒരറ്റം ചെയ്താലും മറ്ററ്റം മുളച്ചു പോന്തു. ഉഗ്രൻ. അല്ലച്ചാ, ഈ നാടോടി നൃത്തം പഠിപ്പിക്കുന്ന വല്ല മാഷിമാരും കിട്ടോ? അല്ല, എനിക്കല്ല, അമ്മയ്ക്കാ. നീ ഇപ്പൊ ഡാൻസ് പഠിക്കാൻ പോകുന്നു? എന്താ പഠിച്ചാ? ഞാൻ തീരുമാനിച്ചു നല്ലൊരു നാടോടി നൃത്തം പഠിക്കാൻ. അതിന് നല്ലൊരു മാഷിനെ വേണം. എല്ലാം കൂടി കൂട്ടിട്ട് ഞാൻ തീടും. മനുഷ്യരുടെ പ്രാന്തെടുത്ത് വെക്കുക. അപ്പഴാ ഒരുത്തര ഡ്രൈവിംഗ് സ്കൂള്, മറ്റവളുടെ നാടോടി നൃത്തം. ആശാനെ, ശാസിക്കള്. അന്നം തരുന്ന ദൈവത്തെ നിന്ദിക്കാൻ പാടില്ല, ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ല എന്നാണ് പണ്ഡിറ്റ് നരേന്ദ്രഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് വേസ്റ്റ് ആക്കില്ല. എന്തായാലും ഞാൻ കൊണ്ടുവന്ന ദോശ വേസ്റ്റ് ആയി. ഇതും കൂടെ അങ്ങ് വെച്ച് കഴിഞ്ഞേക്ക്. ഇവിടെ വന്നവളെ. മാളു, മാളോട് നിക്ക് മാളു, ഒന്ന് നിക്ക് മാളു. ദേ, എന്നോട് മിണ്ടാൻ വരണ്ട. നല്ലൊരു അവസരം കിട്ടിയിട്ട് കളഞ്ഞു വിളിച്ച് എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ നാണല്ലേ നിങ്ങക്ക്? അല്ല അല്ല അത് പിന്നെ ആ ഹനുമാന്റെ വേഷം കിട്ടി നന്നായി പെർഫോം ചെയ്തിരുന്നെങ്കിൽ എന്റെ അച്ഛൻ വീഴില്ലായിരുന്നോ? എടി മാളു, എനിക്ക് അഭിനയിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ലടി. എത്ര വേഷം കിട്ടിയിട്ടും ഹനുമാന്റെ വേഷപ്പകർച്ച എനിക്ക് കിട്ടണ്ടേ? സൗന്ദര്യം എനിക്കെന്നും ഒരു ശാപമായിരുന്നു. ഇപ്പൊ അച്ഛന്റെ ശാപം കൂടി കിട്ടിയപ്പോ പൂർത്തിയായില്ലേ? മേല പടി ചവിട്ടരുന്നല്ല അച്ഛൻ പറഞ്ഞിരിക്കുന്നെ. ഇല്ല, ആ പടി ചവിട്ടുന്നില്ല. പക്ഷേ ചാടിക്കടന്നു വരും. അത് ഇപ്പോഴല്ല, അഭിനയം പഠിച്ചതിന് ശേഷം. നടന്നു തന്നെ. നീ നോക്കിക്കോ, ഇന്ന് മുതൽ എനിക്കതൊരു വ്രതമാണ്. ഒരു സാമ്പിൾ വേണമെങ്കിൽ ഇതാ കണ്ടോ. ഇരുമ്പാണി മാറ്റി മുളയാണി വെക്കാൻ, ചുരിക തീർക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. മാറ്റച്ചുരിക ചോദിച്ചപ്പോ മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവൻ ചന്തു. ഈ ചന്തുവിനെ തോൽപ്പിക്കാൻ പറ്റില്ല മാളു. പോയ ചന്തു ചതിയനായത് പണ്ട്, ഇപ്പൊ ശശിയായി. അല്ലേലും അവള് ലാലേട്ടൻ ഫാനാ. അതാ എന്റെ ഇക്ക അനുകരിച്ചത് ഇഷ്ടപ്പെടാത്തത്. പുലിമുരുകനായിരുന്ന മതിയായിരുന്നു, പൊളിച്ചേ. കുച്ചാണ്ട് പാണം കത്തണമ്മ മഴല് കുട്ടിച്ച്. ചേച്ചേ, ഞാൻ വന്നിരുന്നു കേട്ടോ. എന്തോ കാര്യമായിട്ട് തരാന്ന് പറഞ്ഞു. കൊണ്ടാ കനകേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചക്കരപ്പാലട. ഇതെനിക്ക് ഇഷ്ടമാണെന്ന് ആരും പറഞ്ഞു? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. കഴിക്കും. കനകേട്ടാ, ഇത് കനകേട്ടന് മാത്രമായിട്ട് ഞാൻ കൊണ്ടുവന്നതാ. നല്ല നാട ഏത്തയ്ക്ക, ആർക്ക് കൊടുക്കണ്ട, കഴിച്ചോ. ഇതെന്താ എല്ലാവർക്കും പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം? തീർന്നില്ല, ഇനിയുണ്ട് ഒരു കൂട്ടം. അത് നന്നായി വരട്ടി എടുത്തോണ്ടിരിക്കുക അമ്മ. സുഖിച്ചു വരട്ടെ. ചേച്ചി സാധാരണ വരട്ടാറല്ലേ പതിവ്. ഇതിന്റെ പിന്നിൽ എന്തോ കുഴപ്പം മണക്കുന്നുണ്ട്. ആ, അത് പായസത്തിനോണാ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോതമ്പ് പായസം. നല്ല ചൂടും കേട്ടോ. ചൂട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ അത് എന്തിന്റെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ കനക, നീ അങ്ങനെ കഴിക്കടാ. എടാ, എങ്ങനെയുണ്ടടാ? നല്ല മധുരല്ലേ? ഈ മധുരം തരുന്ന എന്തിനാന്നാ ഞാനും ചോദിക്കുന്നത്. കനകേട്ടൻ ഞാൻ കൊണ്ടുവന്ന നാടൻ ഏത്തയ്ക്ക കഴിച്ചില്ല കേട്ടോ. എന്റെ ചക്കരപ്പാലടയും. ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. തീറ്റ തന്ന് കൊല്ലാനുള്ള പരിപാടിയാണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു സത്യം അറിയിക്കട്ടെ. എനിക്കൊരു ബ്രോയിലർ കോഴി വയ്യ, പ്ലീസ്. എടാ കനക, ഞങ്ങൾ ഒരു പ്രശ്നത്തിലാ. ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നീ വിചാരിച്ചാലേ നടക്കൂ. ഈ വർക്കൗട്ട് നടന്നപ്പോഴേ എനിക്ക് കത്തിയതാ, എന്തോ ആവശ്യം എന്നെ കൊണ്ട് സാധിക്കാനുണ്ടെന്ന്. എന്തായാലും ചേച്ചി കാര്യം പറ, നടക്കോ ഇല്ലെന്ന് ഞാൻ കേട്ടിട്ട് പറയാം. എല്ലാ തലയും ഓക്കെ.
10 തലയിലും ആലോചനയാണോ ആശാനെ? എടാ ഇതേ ആ അംബുജാക്ഷന്റെ തലക്കൊരു ലൂസ്. അപ്പൊ ആശാൻ തന്നെ രാവണ വേഷം ചെയ്യാൻ തീരുമാനിച്ചു? അതല്ലടാ, ഈ കിരീടം ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കിയത്. ആ, അതിന് കിരീടം ടൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അംബുജാക്ഷന്റെ തല ടൈറ്റ് ചെയ്യണം. എപ്പ ചോദിച്ചാലും ടൈറ്റാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അത് കാശിന്റെ ടൈറ്റാണ് ആശാനെ. അത് മാറണമെങ്കിലേ ഒന്നെങ്കിൽ മദ്യനിരോധനം നടപ്പിലാക്കണം, അല്ലെങ്കിൽ ആളെ തെക്കോട്ടെടുക്കണം. അതല്ല, നീ എന്താ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങണേ? നിന്റെ അടുത്ത് കറണ്ട് ബില്ല് അടയ്ക്കാൻ പോകാൻ പറഞ്ഞാൽ ഇത്രയും കൃത്യനിഷ്ഠയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ലോകത്ത് വേറെ എങ്ങുമില്ല. അടച്ചില്ലേ അപ്പ വന്ന് ഫ്യൂസ് വരും. ആശാനെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് വീട്ടിലെ ഭാര്യമാരാ. വാട്ടർ ബില്ല്, മൊബൈൽ ബില്ല്, കറണ്ട് ബില്ല്, അങ്ങനെ ആകുമ്പോഴേ അവർക്കും കുടുംബത്തിനോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും. അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിലേ കാശ് ഞാൻ തന്നെ കൊടുക്കണ്ടേ? എന്തിന്? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുത്താ പോരെ?